കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇതാ ന്യൂ ഇയറിന് 2 ദിവസം മുന്നേ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഓർഡേഴ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ന്യൂ ഇയർ പരിപാടി നടത്തിയത്. നമ്മളെ സ്വന്തം രശ്മീച്ചിൻ്റെ വീട്ടിലാണ് കേട്ടോ. അത് ഇവരെ വീട്ടിലാണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ പരിപാടിയെല്ലാം സെറ്റാക്കിയത്. ഏട്ടനും ഏട്ടൻ്റെ 2 ഫ്രണ്ട്സുമാണ്. ഇവർ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനാണോ ഈ ഒരു പരിപാടി നിങ്ങളാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കള്ളിഷാപ്പിലെല്ലാം പോയി ഒരുപാട് ഫുഡെല്ലാം കഴിച്ച സമയത്തേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിനി എല്ലാവർക്കും കൂടിയിട്ട് ഒരു ദിവസം ഒരു വീട്ടിലിങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ പ്രമോദേട്ടൻ ചട്ടിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും എന്തായാലും ഇങ്ങനെ ചട്ടിയിൽ കഴിക്കുന്നത് ഇഷ്ടമുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ആവോലിയാണ് കേട്ടോ പെരക്കി വെച്ചിട്ടുണ്ടായിന്. ഞണ്ട്, കല്ലുമ്മക്കായ്, കൂന്തൽ, ചിക്കൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മൾ വരുമ്പം നമ്മളെ സജനേച്ചിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ രശ്മീച്ചിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അവർ ഒരു ഫാമിലി മാത്രമാണ് കേട്ടോ വീട്ടിൽ. അപ്പം കഴിഞ്ഞ 2024 എത്ര പേർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മളെ അമ്മമ്മയെല്ലാം പോയി അങ്ങനെ കുറേ വിഷമങ്ങളെല്ലാം ഉണ്ടായ ഒരു വർഷമാണ് കേട്ടോ 2024. അപ്പോൾ 2025 നല്ലൊരു സമാധാനം സന്തോഷമുള്ളൊരു വർഷമാവട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം ഇതാ നമ്മൾ ദേവിനെ കുട്ടിയും എല്ലാവരും ഉണ്ട്, ഏട്ടനുണ്ട്. എല്ലാവരും അടുക്കളയിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കട്ടിങ് ഉണ്ടായിന്, പ്രമോദേട്ടൻ പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോന്നാണെങ്കിൽ കൂടി പരമാവധി അടുക്കളയിൽ നിന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കളെല്ലാം ഓരോ ഭാഗത്തുനിന്ന് കളിക്കലാണ്. ക്രിസ്മസിന് കേക്കിൻ്റെ ഓർഡേഴ്സ് കുറച്ചുണ്ടായിന് കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ഇയറിനും ഉണ്ടായിന്. അപ്പോൾ ന്യൂ ഇയറിന് കുറച്ചധികം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഡെലിവറി ചെയ്യാനും ആൾ വേണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഏട്ടനെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഞാൻ ഇങ്ങനെ വരുന്ന ഓർഡേഴ്സെല്ലാം എടുത്തു. പിന്നെ അങ്ങോട്ടായപ്പം പിന്നെ എനിക്ക് കുറേ ഇങ്ങനെ നിന്നിട്ട് പണിയെടുക്കാൻ കഴിയുന്നില്ല. കാൽവേദനയും ബോഡി പെയിൻ എല്ലാം വന്നു. പിന്നെ ഞാൻ വന്ന കുറച്ച് ഓർഡേഴ്സ് ഒരു 2-3 അങ്ങനെ ഒരു ഓർഡേഴ്സ് ക്യാൻസലാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ബാക്കിയെല്ലാം പരമാവധി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിനെ. കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാനെല്ലാം ഭയങ്കര മടിയാണിപ്പോൾ, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ഇങ്ങനെ ആയാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളെ പ്രമോദായിട്ട് പിന്നെ അടിപൊളി ഷേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിനെ പീടിയെ പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ആണുങ്ങളെല്ലാം അതിങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഓരോ ഗ്ലാസ്സുകളിലെല്ലാം ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു ജ്യൂസ് എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരോ ഗ്ലാസ്സിൽ. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാളെ കുറവുണ്ട് കേട്ടോ. ഈ ഒരു ചേച്ചീൻ്റെ ഹസ്ബൻഡ് പിന്നെ നാട്ടിലില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടിയാണ് കൂടുതൽ. അപ്പോൾ സൂര്യചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ സൂര്യചേട്ടനെ ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്തിട്ടുണ്ടായിനെ. കള്ളിഷാപ്പിൽ നമ്മൾ ഫുഡ് കഴിച്ചപ്പം വലിയ റേറ്റൊന്നും ആയിട്ടില്ല. എന്നാലും നമുക്കത് ഒരു നേരമല്ലേ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് 2 നേരം കഴിക്കാമല്ലോ. കല്ലുമ്മക്കായി, പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിന്, പിന്നെ ചെമ്മീൻ ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ്, ഞണ്ട്, ചെമ്മീൻ വരട്ടിയത്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ആദ്യം തന്നെ മക്കൾക്കാണ് കൊടുക്കുന്നത്. പിള്ളേർസെല്ലാം ഇരുന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ന്യൂ ഇയറിൻ്റെ എല്ലാ സമയത്ത് ഇങ്ങനെ ഒരു കൂടൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാവർക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനാകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കൂടണം, എല്ലാവരും ഓരോ ഐറ്റംസ് എല്ലാം ആക്കി അങ്ങനെ. പിന്നെ ഞാൻ വരുമ്പോൾ ഒരു കേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മിൽക്കി നട്ട് കേക്കാണ്. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു കേക്കാണ് ഇഷ്ടം കൂടുതൽ. നമ്മളെ രശ്മീച്ചി ആയാലും ഓർഡർ ചെയ്യുമ്പം ഈ ഒരു കേക്കിന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ മക്കളെല്ലാവരും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഏട്ടന് നൈറ്റ് കൊണ്ടുവന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വൈകുന്നേരം വേഗം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മക്കളെല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കേക്കെല്ലാം മുറിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫുഡെല്ലാം ബാക്കിയുണ്ടായിന്. അപ്പോൾ നമ്മൾ 2 എടുത്ത് ബാക്കി കുറച്ച് ആടിയും വെച്ചിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമല്ലേ, അവസാനത്തെ ദിവസം എന്നല്ല 2 ദിവസം കൂടി ബാക്കിയുണ്ടായിന്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.